അപ്പോൾ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷിപാൽ, എന്താണ് സജി മഞ്ഞക്കടമ്പിലിന്റെ കാര്യത്തിൽ അത് ഫ്രാൻസിസ് ജോർജിന് ദോഷമാവുമോ എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചത്. അരുൺകുമാർ, UDF നേതൃത്വം തന്നെ ഈ വിഷയം പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇന്നലെ സജി മഞ്ഞക്കടമ്പിൽ രാജിവെക്കുകയും മോൻസിനെതിരെ ഗുരുതരമായ വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുകയും ചെയ്തതിന് പിന്നാലെ മോൻസും മറുപടി വാർത്താ സമ്മേളനത്തിലൂടെ പറയുകയും ചെയ്തു. ഏതായാലും ഈ ഒരു സാഹചര്യം അത് പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജിന് തിരിച്ചടിയാകുമെന്ന ആശങ്കയുണ്ട്. കാരണം പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ, UDFന്റെ ജില്ലാ ചെയർമാൻ കൂടിയായ സജി മഞ്ഞക്കടമ്പിലിന്റെ സ്വാധീനം, അതിനപ്പുറത്തേക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് സജിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. ആ ഘട്ടത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ഈ രാജി, മാറി നിൽക്കൽ, ഈ സംഘടനയ്ക്കുള്ളിലുള്ള തർക്കങ്ങളൊക്കെ അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന വിലയിരുത്തൽ, അതുകൊണ്ട് തന്നെയാണ് പ്രശ്നപരിഹാരത്തിന് ശ്രമം പാർട്ടിയിൽ തന്നെ തുടങ്ങിയത്. UDF നേതൃത്വവും സമാനമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അനുനയിപ്പിക്കണം സജി മഞ്ഞക്കടമ്പിലിനെ എന്ന നിലപാടാണ്. PJ ജോസഫിനും സമാനമായ നിലപാടാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ മോൻസ് ഈ കാര്യത്തിൽ കുറച്ച് കടുത്ത നിലപാടിലാണെന്ന് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. പക്ഷേ എങ്കിൽ പോലും സജി മഞ്ഞക്കടമ്പിലിനെ അനുനയിപ്പിച്ച് പ്രശ്നങ്ങൾ തൽക്കാലത്തെങ്കിലും പരിഹരിക്കാനുള്ള ശ്രമം PJ ജോസഫ് നേരിട്ട് തന്നെ ആ ഒരു ശ്രമം ഏറ്റെടുക്കുന്നു എന്നാണ് ഒടുവിൽ വരുന്നത്. ഏതായാലും നിലവിൽ സജി മഞ്ഞക്കടമ്പിൽ മറ്റൊരു കടുത്ത തീരുമാനത്തിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക്, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക്, പഴയ തന്റെ തട്ടകമായ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക് പോയേക്കുമെന്ന അടക്കമുള്ള സജി മഞ്ഞക്കടമ്പിൽ പാർട്ടിക്കുള്ളിലെ ഈ പടയൊരുക്കം അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. PJ ജോസഫ് എന്തായാലും സജി മഞ്ഞക്കടമ്പിൽ അനുനയിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ്, കേരള കോൺഗ്രസ് മോൻസായി മാറുന്നു എന്നൊരു ആശങ്കയാണ് സജി മഞ്ഞക്കടമ്പിൽ പ്രകടിപ്പിച്ചത്.